തുടരുക. ഇപ്പോൾ മുൻ DGP TP സെൻകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ TP സെൻകുമാർ, അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത പ്രതി ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്, ഗോവിന്ദസ്വാമി. ഇതെങ്ങനെ സംഭവിച്ചു കാണും? ഇത് തൃശ്ശൂരിൽ നിന്നാണ് കണ്ണൂരിൽ ചാടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതീവ സുരക്ഷാ ജയിൽ തൃശ്ശൂരാണ്. കണ്ണൂർ കണ്ണൂരിന്ന് ഇതിനു മുമ്പും പല പ്രതികളും ചാടിപ്പോയിട്ടുണ്ട്. അവിടെ മതിലൊക്കെ ഇടിഞ്ഞ് കിടന്നായിരുന്നു. അതെല്ലാം ശരിയാക്കിയിരുന്നു. ഞാനും ജയിൽ DGP ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോവാൻ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടി കാണും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതെ, ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത് നമുക്കറിയാം അംഗപരിമിതിയുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒറ്റക്കയ്യനാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ സാഹസികമായി ചാടി പോവുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിനപ്പുറം തന്നെ ഗുരുതരമായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു വഴിവിട്ട നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് കൂടി സംശയിക്കാനുള്ള സാഹചര്യം മുന്നിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല, അയാളൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളാണ്. സുപ്രീം കോടതിയാണ് അത് ജീവപര്യന്തമാക്കിയത്. അപ്പോ മാത്രമല്ല, അത്ര ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. ചാർലി തോമസ് എന്ന് പറഞ്ഞ പലർക്കും അറിയില്ല, ഗോവിന്ദസ്വാമി എന്നാണ് പലരും അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിലിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ഹെൽപ്പ് ആരെങ്കിലും കൊടുത്തു കാണണം. അങ്ങനെയാണ് അത് ചാടിപ്പോകുക. കാരണം ഇവരെല്ലാം മിക്കവാറും വളരെ ഉള്ളിലാണ് താമസിപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 2 മതിലുകളും ഗേറ്റുകളും കഴിഞ്ഞാണ് പുറത്തേക്ക് പോകാൻ സാധ്യമാവുള്ളൂ. അവിടെ എന്തായാലും ഇയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, അതായത് കേരള സമൂഹത്തിന് ഒന്നാകെ ഈ വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാൻ ഉള്ള സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഗോവിന്ദസ്വാമിയെ എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ സഞ്ചരിക്കാൻ, കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് കുറച്ച് കാണേണ്ടി വരും. ഇപ്പോൾ എവിടെയെങ്കിലും താൽക്കാലിക ഒളിനിലയത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയല്ലേ മുന്നിലുള്ളത്? നമ്മൾ സ്വാഭാവികമായി ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ. ഗോവിന്ദസ്വാമി എല്ലാവരും അറിയുന്നതായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അറിയാം. പെട്ടെന്ന് പോലീസ് അത് കൂടുതൽ ശ്രദ്ധയോടെ വളരെ പെട്ടെന്നായിട്ട് ശ്രമിച്ചാൽ അധികം ദൂരം പോകുന്നതിന് മുന്നേ പിടികൂടാനായിട്ട് സാധിക്കും. വളരെ നന്ദി ശ്രീ TP സെൻകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.